ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് അസൂസിന്റെ ഒരു ലാപ്ടോപ്പാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അസൂസിന്റെ ഈ സെൻബുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2024 നവംബർ മാസത്തിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അതിന്റെ ബോക്സ്. ഇവിടെ ടോപ്പിലായിട്ട് നമുക്ക് കാണാം അസൂസ് സെൻബുക്ക്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇതിന്റെ സീരിയൽ നമ്പറും എക്സാക്ട് മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഡിസൈൻ യു ക്യാൻ ഫീൽ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഒരു പേപ്പർ ബാഗിലാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ലാപ്ടോപ്പ് ഇങ്ങനെ പയ്യെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ലാപ്ടോപ്പ്. ഹൈടെക് സെറാമിക് സെറാലൂമിനിയം എന്ന് എഴുതിയിട്ടുണ്ട്. ഡിസൈൻ യു ക്യാൻ ഫീൽ അസൂസ് സെൻബുക്ക്. അസൂസിന്റെ എസ് സീരീസിൽ വരുമ്പോൾ ഒരു സെൻബുക്ക് ആണ് ഈ കാണുന്നത്. നമുക്ക് ഇതിന്റെ പേപ്പർ എല്ലാം ഓപ്പൺ ചെയ്യാം. ഒരു പൗഡർ കോട്ടിംഗ് ഫിനിഷിന്റെ പുറത്ത് നമുക്ക് കാണാം. ഇതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് കാണാം സെറ അലൂമിനിയം. പുതിയൊരു ടൈമാണ്. എന്താണ് സെറ അലൂമിനിയം? സെറ അലൂമിനിയം എന്ന് പറയുന്നത് അസൂസ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതായത് സെറാമിക്കിന്റെയും അലൂമിനിയത്തിന്റെയും പ്രോപ്പർട്ടീസ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ലാപ്ടോപ്പിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ പുറത്തുള്ള പോർട്ടുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ആദ്യമായിട്ട് കാണാം HDMI പോർട്ട് ഒന്നുണ്ട്. പിന്നെ കാണുന്നത് തണ്ടർബോൾട്ടിന്റെ 2 Type-C പോർട്ടുകളുണ്ട്. ഒരു ഓഡിയോ ജാക്ക് ഔട്ട് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഒന്നുമില്ല. പിന്നെ വരുന്നത് ഒരു 10 GB USB Type-A പോർട്ടാണുള്ളത്. പോർട്ടുകളുടെ കാര്യത്തിൽ വളരെ കുറവാണ്. പക്ഷെ ഇത് തണ്ടർബോൾട്ട് ഉള്ളതുകൊണ്ട് ഒരു തണ്ടർബോൾട്ട് ഡോക്ക് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് കണക്ട് ചെയ്ത് ആവശ്യമുള്ള പോർട്ടുകളെല്ലാം കിട്ടും. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ഒരു പേപ്പർ ഇതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ കാണാം ഇന്റൽ കോർ അൾട്രാ 7 പ്രോസസ്സറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവോ എഡിഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ടച്ച് പാഡ് കാണാം, കീബോർഡ് കാണാം. സ്പീക്കർ ഇവിടെയായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഔട്ടിനുള്ള ഹോളും കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഇത് ഓപ്പൺ ആവുള്ളൂ. ലിഡ് ഓപ്പൺ ആവുന്നത് ഏകദേശം ഒരു 120 ഡിഗ്രി വരെയുള്ള ഓപ്പണിങ്ങേ ഉള്ളൂ. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 1200-300 ഗ്രാം വെയിറ്റ് ഒക്കെ കാണുള്ളൂ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ പവർ ചാർജർ കണക്ട് ചെയ്തു. ഇവിടെ ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ കാണുന്നുണ്ട്. ആദ്യമായിട്ട് ഇത് ഓൺ ആക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഇത് ബൂട്ടായി വരാനായിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് ചൂസ് ചെയ്തു. കൺട്രി ഏതാണ്? ഞാൻ UAE ആണ് സെലക്ട് ചെയ്യണത്. ഇനി കീബോർഡ് ഇവിടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ US സെലക്ട് ചെയ്തു. ടിപ്പ് കൊടുത്തു. അഡീഷണൽ കീബോർഡ് വേണ്ട. ഇനിയിപ്പോൾ ഇത് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇത് ബൈപ്പാസ് ചെയ്യാനായിട്ട് നമുക്ക് ഔട്ട് ഓഫ് ബോക്സ് എക്സ്പീരിയൻസ് ആ കമാൻഡ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റീസ്റ്റാർട്ട് ആയി വരും. അപ്പോൾ നമുക്ക് ഇത് നെറ്റ് കണക്ടിവിറ്റി ഇല്ലാണ്ട് തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ അത് എടുക്കുന്നതിന് വേണ്ടി Shift 10 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് ലൈൻ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് കമാൻഡ് അടിക്കാം OOBE_bypass_NRO. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഇനി റീസ്റ്റാർട്ടായി വരും. ഇനി റീസ്റ്റാർട്ടായി വരുമ്പോൾ ഇത് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യപ്പെട്ടില്ല. നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ കമാൻഡിന് ശേഷം ലാപ്ടോപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഐ ഡോണ്ട് ഹാവ് ഇന്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം. ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്തു. പാസ്വേഡ് ഒന്നും തൽക്കാലം കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ലാപ്ടോപ്പ് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ ഒപ്പം കുറച്ച് പ്രീ ഡിഫൈൻഡ് ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. എക്സൽ, വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആക്ടിവേറ്റഡ് ആയിരിക്കില്ല. നമ്മൾ അതിൻ്റെ സബ്സ്ക്രിപ്ഷനുള്ള അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇനി നെറ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാം. ഈ ലാപ്ടോപ്പ് വരുന്നത് വിൻഡോസ് പ്രീ ലോഡർ ആയിട്ടാണ്. വിൻഡോസിന്റെ ഹോം വേർഷൻ ആണ് ഇതിൽ പ്രീ ലോഡർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഹോം പർപ്പസിന് വേണ്ടിയുള്ള ലാപ്ടോപ്പാണ്. അതായത് ഒരു 3 to 4 hours യൂസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡലാണ്. നമ്മളിതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി അത്രക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല. ഇതിന്റെ ലിഡ് കാര്യങ്ങളുടെ ക്വാളിറ്റിയും ബോഡിയുടെയും ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പ്രൊഫഷണൽ ലാപ്ടോപ്പ് അല്ല, ഒരു ഹോം പർപ്പസിന് വേണ്ടിയുള്ള ലാപ്ടോപ്പാണ്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രൊസസർ. ഈ ലാപ്ടോപ്പിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് പ്രൊസസറായ അൾട്രാ കോർ 7 പ്രൊസസറാണ്. ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് 258B ആണ്. ഇതിൽ 8 കോഴ്സും 8 ലോജിക്കൽ പ്രൊസസർ അല്ലെങ്കിൽ 8 ത്രെഡ്സുമാണ് ഉള്ളത്. അതുകൂടാണ്ട് ഇതിൽ NCPU അല്ലെങ്കിൽ ന്യൂറൽ പ്രൊസസർ അല്ലെങ്കിൽ ഇന്റൽ ബൂസ്റ്റ് AI പ്രൊസസർ കൂടി വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. OLED ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 16:10 ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. 0.2 മില്ലി സെക്കൻഡ് ആണ് ഇതിന്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഇതിന്റെ മാക്സിമം റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 Hz ആണ്. നോർമൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 400 നൈറ്റ്സ് ആണ്. അതും HD-യിലായിരിക്കുമ്പോൾ നമുക്ക് അതിന് 500 നൈറ്റ്സ് വരെ ബ്രൈറ്റ്നസ് കിട്ടും. അതുകൂടാണ്ട് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഗ്ലോസി ആണ്. 70% ഓഫ് ബ്ലൂ ലൈറ്റ് ഇതിൽ കുറവാണ്. പിന്നെ ഇത് നോൺ ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ലാപ്ടോപ്പിന്റെ ഗ്രാഫിക്സ് ചെക്ക് ചെയ്യുന്നത് ഇന്റലിന്റെ ആർക്ക് ഗ്രാഫിക്സ് ആണ് ഇതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 16 GB റാം ഇവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മെമ്മറി നോക്കിയാണെങ്കിൽ 32 GB ആണ് ഇതിന്റെ മാക്സിമം മെമ്മറി. DDR5
റാമാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോൾഡർ ചെയ്തിരിക്കുന്ന ടൈപ്പാണ് ഇതിന്റെ മെമ്മറി കാർഡ്. ഇതിന്റെ ഹാർഡ് ഡ്രൈവ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 1 TB ആണ്. 1 TBയുടെ M.2 NVMe PCI 4th ജനറേഷൻ ഹൈ പെർഫോമൻസ് SSD കാർഡാണ് ഇതിന്റെ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന USB എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ടൈപ്പ് എ USB ആണ്. 10 GB ആണ് ഇതിന്റെ സ്പീഡ് വരുന്നത്. അതുകൂടാണ്ട് 2 തണ്ടർബോൾട്ട് ടൈപ്പ് C USB പോർട്ടും ഒരു HDMI പോർട്ടും, അതും 2.1 സപ്പോർട്ട് ചെയ്യുന്ന HDMI പോർട്ടാണ് ഇതിന്റെ കൂടെ വരുന്നത്. അതുകൂടാണ്ട് 3.5 mm ഹെഡ്സെറ്റ് ജാക്കും ഇതിന്റെ കൂടെ വരുന്നു. ഇനി നമ്മൾ ഈ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡും കീബോർഡും ചെക്ക് ചെയ്യുകയാണെങ്കിൽ കോപൈലറ്റിന്റെ ഒരു ബട്ടൺ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് എനിക്ക് കാണാവുന്ന കൺട്രോൾ ഒരു ബട്ടൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോർമലി ഇവിടെ ഒരു കൺട്രോൾ ബട്ടൺ വരുന്നതാണ്, അത് വന്നിട്ടില്ല. ബാക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. F4 വെച്ചിട്ട് നമുക്ക് അതിന്റെ ബാക്ക് ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമൽ മൾട്ടിമീഡിയ സ്വിച്ചസ് ആയ F1, വോളിയം അപ്പ് വോളിയം ഡൗൺ, ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ളത്, ട്രെദർ ചെയ്യാനുള്ളത്, മൈക്ക് ഓഫ് ചെയ്യാനുള്ളത്, ക്യാമറ ഓൺ ഓഫ് ബട്ടൺ ഫംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. ഫിസിക്കലി ഇതിനൊരു ഷട്ടർ കൊടുത്തിട്ടില്ല, അതിന് പകരമായിട്ട് ഫംഗ്ഷൻ ബട്ടൺ ആണ് ഒരു ക്യാമറക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ലാപ്ടോപ്പിൽ ഫിംഗർ പ്രിന്റ് റീഡർ ഇല്ല, അതിന് പകരം ഫേസ് റെക്കഗ്നൈസർ ഹലോ ഫെസിലിറ്റിയാണ് ഇതിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നെറ്റ്വർക്കും കമ്മ്യൂണിക്കേഷനും നോക്കുകയാണെങ്കിൽ ഇതിൽ കേബിൾ കണക്ട് ചെയ്യേണ്ട, നമ്മുടെ ലാൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളൊന്നും കൊടുത്തിട്ടില്ല. വൈഫൈയിലോട്ട് നോക്കുകയാണെങ്കിൽ Wi-Fi 7 ആണ്. ട്രിപ്പിൾ ബാൻഡ് Wi-Fi 7ന്റെ ഹാർഡ്വെയർ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ബ്ലൂടൂത്ത് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.4 വയർലെസ് കാർഡ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാറ്ററി കമ്പനി പറയുന്നത് 72 വർക്ക് അവേഴ്സ് ആണ്. അപ്പോൾ ഏകദേശം 15 മണിക്കൂറോളം നമുക്ക് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ ക്യാമറ ചെക്ക് ചെയ്യാം. ഈ ലാപ്ടോപ്പിന്റെ ക്യാമറ എന്ന് പറയുന്നത് FHD IR ക്യാമറയാണ്. ഫിസിക്കലായിട്ടുള്ള ഷട്ടർ കൊടുത്തിട്ടില്ല. ഫംഗ്ഷൻ ബട്ടൺ വെച്ചിട്ട് വേണമെങ്കിൽ ക്യാമറ ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ ഈ ലാപ്ടോപ്പിന്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം 2.0 കൊടുത്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ പ്ലോട്ടം സെക്യൂരിറ്റി പ്രൊസസർ ക്ലൗഡിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഇതിൽ കൊടുത്തു. ക്യാമറ വെച്ചിട്ടുള്ള ഫേസ് റെക്കഗ്നൈസേഷൻ സെക്യൂരിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിന്റെ ലേബൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഇവോ എഡിഷൻ സർട്ടിഫിക്കേഷൻ ഈ ലാപ്ടോപ്പിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവോ എന്ന് പറയുന്നത് ഇന്റലിന്റെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. അതിനുവേണ്ടി അവർ കുറച്ച് ക്രൈറ്റീരിയകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലാപ്ടോപ്പ് സ്ലീപ്പിൽ പോയ ലാപ്ടോപ്പ് 1 സെക്കൻഡ് കൊണ്ട് ഓപ്പൺ ആവണമെന്ന് കണക്ടിവിറ്റിക്ക് Wi-Fi 6E അല്ലെങ്കിൽ Wi-Fi 7 വേണമെന്നുള്ളതാണ്. ഇതിൽ Wi-Fi 7 ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇന്റലിന്റെ ആർക്ക് ഗ്രാഫിക്സ് വേണമെന്നുണ്ട്, ആ ഗ്രാഫിക്സ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ എബവ് 7 അവേഴ്സ് ബാറ്ററി ബാക്കപ്പ് ആണ്. ഇതിന് ഏകദേശം 15 അവേഴ്സോളം ബാറ്ററി ബാക്കപ്പ്. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് ഇന്റലിന്റെ ഇവോ എഡിഷൻ സർട്ടിഫിക്കേഷൻ കിട്ടി. UAE ഈ ലാപ്ടോപ്പിന്റെ വില എന്ന് പറയുന്നത് 7000+ ആണ് വരുന്നത്. നാട്ടിലെ ഏകദേശം 1,61,000 രൂപ. പക്ഷെ അതിനുള്ള ഒരു ലാപ്ടോപ്പായിട്ട് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നില്ല. നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. ഒരു 2 സെക്കൻഡ് കൊണ്ടുകൊണ്ട് ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ലാപ്ടോപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്